ഹായ് മക്കളെ, നമ്മൾ ഇന്ന് കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കാൻ പോകുന്നു. കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ്. എന്താണ് കെമിക്കൽ കൈനറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റിയാക്ഷന്റെ റേറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഏറ്റവും ആദ്യം നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ടോപ്പിക്കുകൾ നമ്മൾ 10 സബ് ടോപ്പിക്കുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ടത് ഒരു റിയാക്ഷന്റെ റേറ്റിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക. നമുക്കൊരു റിയാക്ഷന്റെ റേറ്റിനെ നമുക്ക് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ബൈ ടൈം ടേക്കൺ എന്ന രീതിയിലോ, അതല്ലെങ്കിൽ പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ ടേമിലാണെങ്കിൽ നമുക്ക് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അല്ല പ്രൊഡക്റ്റ് ആണ്. സോ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ ടൈം ടേക്കൺ എന്ന് നമുക്ക് എടുക്കാം. സോ ഒരു റിയാക്ഷൻ റേറ്റിനെ നമുക്ക് ഇങ്ങനെ രണ്ട് തരത്തിൽ എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അവിടെ ആവറേജ് റേറ്റും ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് റേറ്റും ഉണ്ട്, അല്ലെ? ഇപ്പൊ A+B=C+D എന്ന് പറയുന്ന ഒരു റിയാക്ഷന്റെ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? റിയാക്ടന്റുകളുടെ ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് സൈൻ വേണം, പ്രൊഡക്റ്റുകളുടെ ടേമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ വേണ്ട. സോ ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡി ബൈ ഡെൽറ്റ ടി. അതേസമയം നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആക്കാൻ ഡെൽറ്റയ്ക്ക് പകരം നമ്മൾ ഡി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇഫ് ദ ചേഞ്ച് ഇസ് വെരി സ്മോൾ, ഡെൽറ്റ ഡി ആണ് എങ്കിൽ മക്കളെ അത് ആവറേജ് റേറ്റ് മാറി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആയിട്ട് മാറും. ഇനി നമ്മൾ മറ്റൊരു ഹൈപ്പോതെറ്റിക്കൽ റിയാക്ഷൻ, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റുകൾ ഉള്ള ഒരു ഹൈപ്പോതെറ്റിക്കൽ റിയാക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ A moles of A, B moles of B gives C moles of C and D moles of D ആണെങ്കിൽ നമ്മൾ ആ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റുകളുടെ റെസിപ്രോക്കൽ കൊണ്ട് ഓരോ ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൈനസ് 1/A dA by dt is equal to minus 1/B dB by dt is equal to 1/C dC by dt is equal to 1/D dd by dt എന്ന് എഴുതേണ്ടി വരും. ഇവിടെ ഞാൻ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഡി എന്ന് എടുത്തത്. ഇത് ആവറേജ് റേറ്റ് ആയിരുന്നെങ്കിൽ ഡെൽറ്റ എന്ന് വന്നേനെ. ഓക്കെ, അപ്പൊ ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും നമ്മൾ മനസ്സിലാക്കി. ഒരു റിയാക്ഷന്റെ റേറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും എന്ന കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, രണ്ടാമത്തെ സബ് ടോപ്പിക്കിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമായും 4 ഫാക്ടേഴ്സ് ആണ് ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഒന്ന്, കോൺസെൻട്രേഷൻ ആണ്. റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റേറ്റ് ആൾസോ ഇൻക്രീസസ്. 2, ടെമ്പറേച്ചർ ആണ്. നോർമലി ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. 4, കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് റിയാക്ഷൻ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. 5, റിയാക്ടന്റുകളുടെ സൈസ് കുറയും തോറും റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. സോ 4 ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ സെക്കൻഡ് സബ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. മക്കളെ, മൂന്നാമത്തെ സബ് ടോപ്പിക് ഇവിടെ മുതലാണ് ശരിക്കും സത്യത്തിൽ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ നീറ്റ് എക്സാമിന് വരിക. മൂന്നാമത്തെ സബ് ടോപ്പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റേറ്റ് ലോ ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ്. എന്താണ് റേറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, A moles of A എന്ന് പറയുന്ന ഒരു റിയാക്ടന്റും B moles of Bയും റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റുകളായി മാറുന്ന ഒരു റിയാക്ഷന്റെ കേസിൽ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റേസ് ടു സ്മോൾ ലെറ്റർ A ഇൻറ്റു B റേസ് ടു സ്മോൾ ലെറ്റർ B എന്ന് നിങ്ങൾ എഴുതിയാൽ അതിനെ നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? അതേസമയം മക്കളെ, റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റേസ് ടു X ഇൻറ്റു B റേസ് ടു Y എന്ന് എഴുതിയാൽ ഇതിനെയാണ് നമ്മൾ റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുക. ഇവിടെ എക്സും വൈയും എക്സ്പെരിമെന്റിൽ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നും അത് തിയറിറ്റിക്കലി നമുക്ക് ഒരു ബാലൻസ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റുകളിൽ നിന്ന് എഴുതാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എക്സും വൈയും മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എ ആൻഡ് ബി ആയിരിക്കും. ഈക്വൽ ആകാം, ഈക്വൽ ആകാതെ ആയിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും ഈക്വൽ ആയിരിക്കുന്നില്ല. ബിക്കോസ് എക്സും വൈയും എന്തായിരിക്കണം? എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് ആയിരിക്കണം. റെഡി അല്ലേ? ആൻഡ് എക്സ് ആൻഡ് വൈ സത്യത്തിൽ സൂചിപ്പിക്കുന്നത് ഈ റിയാക്ഷന്റെ ഓർഡറിനെയാണ് വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഈ റിയാക്ഷന്റെ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ആണ്, വൈ എന്ന് പറയുന്നത് ഈ റിയാക്ഷന്റെ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ? മക്കളെ, ഈ റിയാക്ഷന്റെ ടോട്ടൽ ഓർഡർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇവിടെ നിന്ന് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് എന്താണെന്ന് കിട്ടും. റെഡി അല്ലെ? ഈ കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെയാണ് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പെസിഫിക് റിയാക്ഷൻ റേറ്റ് എന്ന് പറയുക. ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കെയുടെ വാല്യൂ, റേറ്റ് കോൺസ്റ്റന്റ് വാല്യൂ കൂടും തോറും റിയാക്ഷന്റെ റേറ്റ് കൂടും, റിയാക്ഷൻ ഫാസ്റ്റർ ആകും. സോ കെ സൂചിപ്പിക്കുന്നത് റിയാക്ഷന്റെ റേറ്റിനെ തന്നെയാണ്. ഓക്കെ, ആൻഡ് വാല്യൂ ഓഫ് കെ ചേഞ്ചസ് ഓൺലി വിത്ത് ടെമ്പറേച്ചർ. കെ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോഴും കുറയുമ്പോഴും മാത്രമേ കെയുടെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നുള്ളൂ. ആൻഡ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഒരു റിയാക്ഷന്റെ ഓർഡർ n ആണെങ്കിൽ, മക്കളെ ശ്രദ്ധിച്ചു കേൾക്കുക, ഒരു റിയാക്ഷന്റെ ഓർഡർ n ആണെങ്കിൽ കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്
മോൾ റേസ് ടു 1 - n ഇൻറ്റു ലിറ്റർ റേസ് ടു, ശ്രദ്ധിക്കണേ, ലിറ്റർ റേസ് ടു n-1 ആൻഡ് സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും. n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. അപ്പൊ 0 ഓർഡർ ആണെങ്കിലും ഫസ്റ്റ് ഓർഡർ ആണെങ്കിലും സെക്കൻഡ് ഓർഡർ ആണെങ്കിലും ഏത് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലും ആ ഓർഡറിന്റെ വാല്യൂ n ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിയാക്ഷനുകളിലെ കെയുടെ യൂണിറ്റ് എന്താണെന്ന് കിട്ടും. അപ്പൊ കെയുടെ യൂണിറ്റിൽ നിന്ന് നമുക്ക് റിയാക്ഷന്റെ ഓർഡർ എന്താണ് എന്ന് തിരിച്ചറിയാനും പറ്റും. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം നമുക്ക് ഇവിടെ കാണാം. ഫോർ ദ റിയാക്ഷൻ 3a + 2b gives c + d എന്ന് പറയുന്ന ചോദ്യത്തിൽ ദ ഡിഫറൻഷ്യൽ റേറ്റ് ലോ ക്യാൻ ബി റിട്ടൺ ആസ് എന്നാണ് ചോദ്യം. റെഡി അല്ലേ? അപ്പൊ നോർമലി നമ്മൾ ഇതിന്റെ റേറ്റ് ലോ എങ്ങനെ എഴുതുക? നോർമലി നമ്മൾ ഇതിന്റെ റേറ്റ് ലോ എഴുതുന്ന റേറ്റ് ഈസ് ഈക്വൽ, ശ്രദ്ധിക്കുക, റേറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് a റേസ് ടു x എന്നോ അല്ലെങ്കിൽ a റേസ് ടു m എന്നോ n എന്നോ ഒക്കെ എഴുതാം. കാരണം ഓപ്ഷനുകളിലെല്ലാം n ഉം m ഉം ആയതുകൊണ്ട് തന്നെ നമുക്ക് n എന്ന് എടുക്കാം. ആൻഡ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് b റേസ് ടു m, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് b റേസ് ടു m. റെഡി അല്ലേ? എക്സിനും വൈക്കും പകരമാണ് ഞാനിത് കൊടുത്തത്. ഇനി ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമ്മൾ എങ്ങനെ എഴുതുക മക്കളെ? നോക്കൂ, ഇൻ ടേംസ് ഓഫ് എ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെ എഴുതുക? -1/3 d of a by dt is equal to, in terms of b നമ്മൾ എങ്ങനെ എഴുതുക? -1/2 d of b by dt is equal to, in terms of c d of c by dt, and in terms of d of d by dt. റെഡി അല്ലേ? അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കണേ, ഇൻ ടേംസ് ഓഫ് എയും ഇൻ ടേംസ് ഓഫ് സിയുമാണ് നമുക്ക് വേണ്ടത്. സോ ഇൻ ടേംസ് ഓഫ് എ -1/3 da by dt, in terms of c dc by dt, and RHS നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ it is equal to k into a raised to n into b raised to m, and that is option D is the right answer. അപ്പോൾ നമ്മൾ ആദ്യ 3 സബ് ടോപ്പിക്കുകൾ ഗംഭീരമായി നമ്മൾ പഠിച്ചു. നാലാമത്തെ സബ് ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. സി, നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ a moles of a plus b moles of b gives പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷന്റെ റേറ്റിലോ നമ്മൾ എഴുതുക റേറ്റ് ഈസ് ഈക്വൽ ടു k into a raised to x into b raised to y എന്നാണ് അല്ലെ? അവിടെ x plus y ന് നമ്മൾ ഓർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പറയുന്ന സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റുകൾക്ക് ഒരു റോളുമില്ലേ? ഉണ്ട്. ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റുകൾ സൂചിപ്പിക്കുന്നത് ഒരൊറ്റ സ്റ്റെപ്പിൽ സൈമൾട്ടേനിയസ് ആയി എത്ര റിയാക്ടൻ മോളിക്യൂളുകൾ കൊളൈഡ് ചെയ്താലാണ് റിയാക്ഷൻ നടക്കുക എന്നതാണ് ഈ പറയുന്ന സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റുകൾ സൂചിപ്പിക്കുന്നത്. സോ അവരുടെ സമ്മിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുക. സോ മോളിക്കുലാരിറ്റി സൂചിപ്പിക്കുന്നത് ഒരൊറ്റ സ്റ്റെപ്പിൽ സൈമൾട്ടേനിയസ് ആയി എത്ര റിയാക്ടൻ മോളിക്യൂളുകൾ റിയാക്ട് ചെയ്താലാണ്, കൊളൈഡ് ചെയ്താലാണ് ഒരു റിയാക്ഷൻ നടക്കുക, ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുക. അത് നമ്മൾ a plus b എന്ന് കാണും. ആൻഡ് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഇസ് x plus y. ദാറ്റ് മീൻസ് ഓർഡർ എന്ന് പറയുന്ന എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ ആണ്. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. നോക്കൂ, ഡിഫറൻസുകളിലേക്ക് പോകുമ്പോൾ മോളിക്കുലാരിറ്റി തിയറിറ്റിക്കൽ ആണ് ആൻഡ് ഓർഡർ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കുക. 2, മോളിക്കുലാരിറ്റി എന്ന് പറയുന്ന ഒരിക്കലും 0 ആകില്ല, ഫ്രാക്ഷണൽ ആകില്ല, ഇൻഫിനിറ്റ് അല്ലെങ്കിൽ ഇമാജിനറി ആകില്ല. പക്ഷേ ഓർഡർ എന്ന് പറയുന്നത് 0 ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ആൻഡ് ഈവൻ ഫ്രാക്ഷണൽ വരെയാകാം, ഫ്രാക്ഷൻ വരെയാകാം ഓർഡർ. അപ്പൊ ആ ഒരു ഡിഫറൻസുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാക്കണം മക്കളെ. മോളിക്കുലാരിറ്റിന്റെ ഓർഡറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ 5ാമത്തെ സബ് ടോപ്പിക് പറയുന്നത് സ്യൂഡോ ഓർഡർ റിയാക്ഷനുകളെ കുറിച്ചാണ്. അതായത് ആക്ച്വലി ഹയർ ഓർഡർ ആണ് എന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ അത് പലപ്പോഴും ലോവർ ഓർഡർ കൈനറ്റിക്സ് കാണിക്കുകയും ചെയ്യുന്ന കേസുകളിലാണ് നമ്മൾ സ്യൂഡോ ഓർഡർ റിയാക്ഷനുകൾ എന്ന് പറയുക. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത്തരം റിയാക്ഷനുകൾ നമുക്ക് പഠിക്കാനുള്ളത് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുകളാണ്. അതായത് ഒന്നിലധികം റിയാക്ടന്റുകൾ ഉണ്ടാകുകയും അതിലൊരു റിയാക്ടന്റ് ലാർജ് എക്സസ് ആയിട്ട് എടുക്കുകയും ചെയ്യുമ്പോഴാണ് അയാളുടെ കോൺസെൻട്രേഷനിൽ ഒരു മാറ്റവും റിയാക്ഷനിൽ ഉണ്ടാകില്ല, അല്ലെങ്കിൽ അയാളുടെ കോൺസെൻട്രേഷൻ ആൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയി നിൽക്കുമ്പോഴാണ് റിയാക്ഷനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുക. നോക്കൂ, സൂക്രോസിന്റെ ഹൈഡ്രോളിസിസിലൂടെ നമ്മൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാക്കുന്ന റിയാക്ഷനിൽ വാട്ടർ എന്തായിരിക്കും? ലാർജ് എക്സസ് ആയിരിക്കും. സോ വാട്ടറിന്റെ കോൺസെൻട്രേഷനിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവുള്ളൂ, അത് ആൾമോസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അതിന്റെ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാം. അതേസമയം അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പ്രൊപ്പോർഷൻ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് സുക്രോസ്, ആൻഡ് ഫോർ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഇസ് 1. ഇത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുകൾ എന്ന് പറയുക. ഓക്കെ, യെസ്. 6ാമത്തെ സബ് ടോപ്പിക്കിലേക്ക് പോകുമ്പോഴാണ് മക്കളെ എലമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ മുന്നിലേക്ക് വരിക. എലമെന്ററി റിയാക്ഷനുകൾ എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനുകളെയാണ് നമ്മൾ സിംഗിൾ സ്റ്റേജ് റിയാക്ഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എലമെന്ററി റിയാക്ഷനുകൾ എന്ന് പറയുക. ഒന്നിലധികം സ്റ്റേജുകളിൽ നടക്കുന്ന മൾട്ടി സ്റ്റേജ് പ്രോസസ്സുകളെയാണ്, റിയാക്ഷനുകളെയാണ് കോംപ്ലക്സ് റിയാക്ഷനുകൾ എന്ന് പറയുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒന്നിലധികം അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് എലമെന്ററി റിയാക്ഷൻസ് ചേരുമ്പോഴാണ് കോംപ്ലക്സ് റിയാക്ഷൻ ആയിട്ട് മാറുക. സോ എലമെന്ററി റിയാക്ഷൻ എന്തായെന്നും കോംപ്ലക്സ് റിയാക്ഷൻ എന്തായെന്നും രണ്ടും തമ്മിലുള്ള ബന്ധം എന്തായെന്നും വ്യക്തമായി നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? ഇനി ഒരു കോംപ്ലക്സ് റിയാക്ഷന്റെ കേസിൽ അതിൽ ഏത് സ്റ്റെപ്പാണ്
റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റേറ്റ് ലോ എഴുതുക. ആ സ്റ്റെപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓർഡർ മനസ്സിലാക്കുക. അതെപ്പോഴും സ്ലോ സ്റ്റെപ്പ് ആയിരിക്കും. ഒരു കോംപ്ലക്സ് റിയാക്ഷന്റെ സ്ലോ സ്റ്റെപ്പ് ആണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റേറ്റ് ലോ എഴുതുക. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഓർഡർ കണ്ടുപിടിക്കുക. നോക്കൂ, സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ഉണ്ട്. 2 molecules ഓഫ് ഓസോൺ 3 molecules ഓഫ് ഓക്സിജൻ ആയി മാറുന്ന ഒരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ്. 2 സ്റ്റേജുകളിലായിട്ടാണ് പ്രോസസ് നടക്കുക. സ്റ്റേജ് നമ്പർ 1 എന്ന് പറയുന്നത് ഓസോൺ O2 ആയിട്ടും അറ്റോമിക് ഓക്സിജൻ ആയിട്ടും മാറും. അത് ഫാസ്റ്റ് സ്റ്റെപ്പ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്ന അറ്റോമിക് ഓക്സിജൻ വീണ്ടും ഒരു മോളിക്യൂൾ ഓസോണുമായി റിയാക്ട് ചെയ്ത് O2 ആയി മാറും. അത് സ്ലോ സ്റ്റെപ്പ് ആണ്. അപ്പൊ ഇതിലെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഏതാ? RDS, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മക്കളെ സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ റേറ്റ് ലോ എഴുതുമ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു ഈ 2 റിയാക്ടന്റുകൾ മാത്രമേ വരാൻ പാടുള്ളൂ. അവരുടെ പവർ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് തന്നെ പവറും 1 ആണ് റേറ്റ് ലോ. പക്ഷെ ഇതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നമ്മൾ ഈ ആക്ച്വൽ റിയാക്ഷൻ എടുക്കുമ്പോൾ റേറ്റ് ലോയിൽ വന്ന അറ്റോമിക് ഓക്സിജൻ എന്ന് പറയുന്ന റിയാക്ടന്റ് റേറ്റ് ലോയിൽ ഇല്ല. റെഡി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറ്റോമിക് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഈ സ്റ്റേജ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. ഫാസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് അറ്റോമിക് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് O3/O2 ആണ് എന്ന് കണ്ടുപിടിക്കും നമ്മൾ. റെഡി അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ആണ് അറ്റോമിക് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജന് പകരം കൊടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ഓക്കെ. നിങ്ങൾ ഇവിടെ എന്താ വരിക മക്കളെ? ഇറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് O3 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് O2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് O3 വരും. നിങ്ങൾ നോക്കണേ, O3 ഇൻറ്റു O3 സ്ക്വയർ വരും. ആൻഡ് താഴെ കിടക്കുന്ന O2വിന്റെ കോൺസെൻട്രേഷൻ മുകളിലേക്ക് വരുമ്പോൾ O2⁻⁻1 വരും. സോ ദിസ് ഈസ് ദി ആക്ച്വൽ റേറ്റ് ലോ ഓഫ് ദ റിയാക്ഷൻ. സോ എലമെന്ററി റിയാക്ഷൻസും കോംപ്ലക്സ് റിയാക്ഷൻസും ഒരു കോംപ്ലക്സ് റിയാക്ഷനിൽ റേറ്റ് ലോ എങ്ങനെയാണ് എഴുതുക എന്നും കൃത്യമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 7ാമത്തെ സബ് ടോപ്പിക്കിലേക്ക് കയറുവാണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക്, നീറ്റ് പോലെ ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും ഹാഫ് ലൈഫുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കലുകളായിരുന്നു. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമുക്ക് 2 ഓർഡർ റിയാക്ഷനുകളുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് 0 ഓർഡർ റിയാക്ഷന്റെ ആണ്, രണ്ടാമത്തേത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ആണ്. സോ രണ്ടിലും റേറ്റ് കോൺസ്റ്റന്റ് K യുടെ എക്സ്പ്രഷൻസ് ആണ് ഓർത്തു വെക്കേണ്ടത്. റേറ്റ് കോൺസ്റ്റന്റ് K ഈസ് ഈക്വൽ ടു A0 മൈനസ് A/T and rate constant K for a first order reaction is equal to 2.303/T log A0/A. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ A0 എന്താ, A എന്താ? A0 എന്ന് പറയുന്നത് റിയാക്ടന്റുകളുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. A എന്ന് പറയുന്നത് റിയാക്ടന്റുകളുടെ ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, സോ അഗൈൻ A0 A വരുന്നുണ്ട്, ഫസ്റ്റ് ഓർഡറിലും അത് വരുന്നുണ്ട്. T എന്ന് പറയുന്നത് ടൈം ടേക്കൺ. A0യിൽ നിന്ന് Aയിലേക്ക് എത്താനായി ആവശ്യമായ സമയത്തെയാണ് നമ്മൾ എന്ത് പറയുക? T എന്ന് സൂചിപ്പിക്കുക. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷന്റെ അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻസിനൊപ്പം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഹാഫ് ലൈഫ് പീരീഡും എന്ന് നമ്മൾ ഓർത്തു വെക്കണം. ഹാഫ് ലൈഫ് പീരീഡ് അല്ലെ? ഒരു 0 ഓർഡർ റിയാക്ഷന്റെയും ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള റിയാക്ടന്റിന്റെ അളവിൽ നിന്ന് അത് പകുതിയാകാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹാഫ് ലൈഫ് എന്ന് വിളിക്കുക. അപ്പൊ 10 ഗ്രാം ആണ് ഇപ്പോഴുള്ളതെങ്കിൽ അത് 5 ഗ്രാം ആകാൻ എടുക്കുന്ന സമയത്തെയാണ് ഹാഫ് ലൈഫ് എന്ന് വിളിക്കുക. 2.5 ആകാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് വിളിക്കുക. അങ്ങനെ ഒരു 0 ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് T half is equal to A0/2K ആയിരിക്കും. A0 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനീഷ്യൽ കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ടന്റ് ആണ്. K എന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിലേക്ക് നമ്മൾ വരുമ്പോൾ T half is equal to 0.693 ആയിരിക്കും മക്കളെ. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ T half എന്ന് പറയുന്നതിൽ എന്തില്ല? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് അഥവാ A0 ഇല്ല. അപ്പൊ നിങ്ങളോട് അങ്ങനെയും അതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിട്ട് വരാം. ഒരു ഏത് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് ലോയിലാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ് ഇല്ലാത്തത്? ഓർ നിങ്ങൾക്ക് പറയാം ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതൊന്നുമല്ലാതെ ഹാഫ് ലൈഫ് വെച്ചുകൊണ്ട് നമുക്കൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ചില ട്രിക്കുകൾ എടുക്കാൻ പറ്റും. T75%, T90%, 99%, 99.9%, 99.99% കാണാൻ നമുക്ക് T half മതി എന്നതാണ് സത്യം. ഞാൻ ഈ പറയുന്ന ട്രിക്കുകൾ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. 75% കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം എന്ന് പറയുന്നത് 2 times T half ആയിരിക്കും. ഇനി T90, 99, 99.9, 99.99 അത് നമുക്ക് വേണ്ടത് 10/3 into T half. എല്ലാറ്റിലും 10/3 into T half ഉണ്ട്. ഇനി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട്, 3 കൊണ്ട്, 4 കൊണ്ട് എന്ത് കിട്ടും? T90, 99, 99.9, T99.9
0.999. സിമ്പിൾ ട്രിക്കാണ്. അപ്പൊ ഇത് വരുന്ന ചോദ്യങ്ങളിലെല്ലാം നീട്ടി വലിച്ചെഴുതാതെ നമുക്ക് ട്രിക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കറിയാം ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പറയുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ സാർ ഗ്രാഫുകൾ ഇമ്പോർട്ടന്റ് അല്ലേ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. മക്കളെ, 9ാമത്തെ സബ് ടോപ്പിക്കിൽ ഞാൻ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഗ്രാഫുകൾ. ഒരു ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഗ്രാഫുകളിൽ 3 ഗ്രാഫുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. 3 ഗ്രാഫുകൾ. അതിലൊന്ന് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ്. സീറോ ഓർഡർ റിയാക്ഷന്റെ ടൈം വേഴ്സസ് കോൺസെൻട്രേഷന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. റെഡി അല്ലേ? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടൈം വേഴ്സസ് കോൺസെൻട്രേഷന്റെ ഗ്രാഫ് നോക്കൂ, റെക്ടാങ്കുലർ പരാബോളയാണ്. റെഡിയാണല്ലോ? ഓർത്തു വെക്കണം നിങ്ങൾ ഈ 2 ഗ്രാഫുകളും. ഇനി അതേസമയം നോക്കൂ, റേറ്റ് കോൺസെൻട്രേഷൻ ഗ്രാഫ് വന്നാൽ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തത് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം അല്ലേ? അതിന് പകരം കോൺസെൻട്രേഷൻ വേഴ്സസ് റേറ്റ് എടുത്താൽ മക്കളെ, സീറോ ഓർഡർ റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ വേഴ്സസ് റേറ്റ് ഗ്രാഫ് എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ, ഫസ്റ്റ് ഓർഡറിന്റേത് കോൺസെൻട്രേഷൻ വേഴ്സസ് റേറ്റ് എന്ന് പറയുന്നത് നോക്കൂ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആയിരിക്കും. ഇനി 3ാമത്തെ ഗ്രാഫ് എന്താ? ഹാഫ് ലൈഫ് വേഴ്സസ് കോൺസെൻട്രേഷന്റെ ഗ്രാഫ് ആണ്. ഹാഫ് ലൈഫ് വേഴ്സസ് കോൺസെൻട്രേഷന്റെ ഗ്രാഫ് ആണ്. അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ എക്സ് ആക്സിസിലും ഹാഫ് ലൈഫ് വൈ ആക്സിസിലും വെച്ചാൽ സീറോ ഓർഡറിന്റെ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണെങ്കിൽ, ഫസ്റ്റ് ഓർഡറിന്റെ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദി എക്സ് ആക്സിസ് ആണ്. കാരണം ഈ ഗ്രാഫ് വരെ പറയുന്നുണ്ട് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റും ടി ഹാഫും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇൻ കേസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുമായി ബന്ധപ്പെട്ട് ഗ്രാഫിൽ നമ്മൾ ഒരു ഗ്രാഫ് കൂടി ഓർത്തു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതായത് നോക്കൂ, നമ്മളിപ്പോ ചെയ്തത് ഇവിടെ ടൈം വേഴ്സസ് കോൺസെൻട്രേഷൻ അല്ലേ? ഈ ടൈം വേഴ്സസ് കോൺസെൻട്രേഷന് പകരം ഒരു ഗ്രാഫ് കൂടി നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും മക്കളെ. ഈ ഗ്രാഫ്, അതായത് എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റുമാണെങ്കിൽ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു -k. അപ്പൊ അത് ഫസ്റ്റ് ഓർഡറിനാണ്, പ്രത്യേകം ഞാൻ പറയുന്നു മക്കളെ. ആൻഡ് ഈ പറയുന്ന ഗ്രാഫുകളാണ് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഓർത്തു വെക്കേണ്ടത്. ഈ പറയുന്ന ഗ്രാഫുകളാണ്. അപ്പൊ നമ്മളൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾ നോക്കൂ. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആസ് എ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് 2.303 into 10⁻³ second inverse. The time required for 40 gram of this reactant to reduce to 10 gram. സി, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചത് 40 ഗ്രാമിൽ നിന്ന് 10 ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എത്ര സമയം വേണം എന്നാണ് ചോദ്യം. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആദ്യം ടി ഹാഫ് കണ്ടുപിടിക്കുക. കാരണം നമുക്കറിയാം, നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? 40 ഗ്രാമിൽ നിന്ന് 20 ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഹാഫ് ലൈഫ് ആണ് വേണ്ടത്. 20ൽ നിന്ന് 10 ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് വീണ്ടും ഒരു ഹാഫ് ലൈഫ് വേണം. അപ്പൊ 40ൽ നിന്ന് 10ലേക്ക് ചേഞ്ച് ചെയ്യാൻ 2 ഹാഫ് ലൈഫുകൾ ഉണ്ടായാൽ മതി. അപ്പൊ ഹാഫ് ലൈഫ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 0.693 ബൈ റേറ്റ് കോൺസ്റ്റന്റ് കെ ആണ്. ദാറ്റ് ഈസ് 0.693 ബൈ കെയുടെ വാല്യൂ ആൾറെഡി കൊടുത്തിട്ടുണ്ട്, 2.303 into 10⁻³ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഏകദേശം 301 സെക്കൻഡ്സ് എന്നായിരിക്കും അപ്രോക്സിമേറ്റ്ലി ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 2 ടി ഹാഫ് അല്ലേ വേണ്ടത്. സോ ദ ടൈം ടേക്കൺ ഫോർ 40 to 10 എന്ന് പറയുന്നത് 2 times ടി ഹാഫ് ആണെങ്കിൽ 2 times 301 ആണെങ്കിൽ ഇറ്റ് ഈസ് 602 seconds എന്ന ആൻസർ വരും. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ മൈ ഡിയേഴ്സ്. ഓക്കെ, സോ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി നമ്മൾ പോകേണ്ടത് 10ാമത്തെ അവസാന ടോപ്പിക്കിലേക്കാണ്, അരീനിയസ് ഇക്വേഷൻസ്. അരീനിയസ് ഇക്വേഷൻ പറയുന്നത് ഒരു റിയാക്ഷന്റെ റേറ്റും ടെമ്പറേച്ചറും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് അരീനിയസ് ഇക്വേഷൻ. അരീനിയസ് ഇക്വേഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവുന്ന ഓരോ 10 ഡിഗ്രി ഇൻക്രീസിനും റേറ്റ് ആൾമോസ്റ്റ് ഡബിൾ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അത് കൃത്യമായി എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അരീനിയസ് ഇക്വേഷൻ പറയുന്നത് എന്താ? റേറ്റ് കോൺസ്റ്റന്റ് കെ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ഈ മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് പറയുന്നത് ഈ പറയുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ മുകളിലാണ് വരിക, പവർ ആയിട്ടാണ് വരിക. മൈനസ് ഇ എ ബൈ ആർ ടി ഇവിടെയാണ് വരിക. അത് എഴുതിയപ്പോൾ ഇവിടെ ആയി പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അത് വെട്ടിയിട്ട് അവിടെ എഴുതി തരാം. നോക്കൂ മക്കളെ, നിങ്ങൾ ഇങ്ങനെയാണ് വരിക, മൈനസ് ഇ എ ബൈ ആർ ടി, ഇ റൈസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. റെഡി അല്ലേ? ഇ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണെന്നും ഇ എ ആക്ടിവേഷൻ എനർജി ആണെന്നും ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണെന്നും ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ ആണെന്നും അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണെന്നും നമുക്കറിയാം. എ എന്ന് പറയുന്നത് അരീനിയസ് ഫാക്ടർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ ആണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. റെഡി അല്ലേ? ലോഗരിതമിക് ഫോമിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 ആർ എന്ന് വരും. ഇതിനെ നമ്മൾ ഗ്രാഫിന്റെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ 1/t എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും ലോഗ്
കെ വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനൊരു ഗ്രാഫ് ആയിരിക്കും. അതിന്റെ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ലോഗ് എയും സ്ലോപ്പ് എന്ന് പറയുന്നത് -CA/2.3 ആറുമായിരിക്കും. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്ന് ന്യൂമറിക്കലുകൾ ചെയ്യാൻ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടി ആവശ്യമുണ്ട്. ഏതാണ് ഇക്വേഷൻ മക്കളെ? രണ്ട് ഡിഫറന്റ് ആയ ടെമ്പറേച്ചറുകൾ, ഫോർ എക്സാമ്പിൾ T1 ടെമ്പറേച്ചറിൽ റേറ്റ് കോൺസ്റ്റന്റ് K1 T2 ടെമ്പറേച്ചർ റേറ്റ് കോൺസ്റ്റന്റ് K2 ആണെങ്കിൽ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അരീനിയസ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ലോഗ് K2/K1 is equal to EA/2.303 R into T2 minus T1/T1 T2 ആണ് എന്ന് പറയും. ആൻഡ് ഓരോ ടേമും ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് എന്ന് നിങ്ങൾക്കറിയാം. റെഡി അല്ലേ? സോ ഓർത്ത് വെക്കുക നിങ്ങൾ എപ്പോഴും മക്കളെ, ഓരോ 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചറിലും റേറ്റിന് എന്താ സംഭവിക്കുക? ഇറ്റ് ബിക്കംസ് ഡബിൾ ആൻഡ് ഹെൻസ് ദ റേറ്റ് കോൺസ്റ്റന്റ് ബിക്കം ഡബിൾ. റേറ്റ് കോൺസ്റ്റന്റ് ഡബിൾ ആയി പോകും. റെഡി അല്ലേ? ആൻഡ് ദ റിയാക്ഷൻ വിത്ത് ഹയർ വാല്യൂ ഓഫ് EA, ആക്ടിവേഷൻ എനർജി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? കുറവായിരിക്കും. കാരണം ആക്ടിവേഷൻ എനർജി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുന്ന സാധ്യത കുറയുകയാണ്. ഓക്കെ, കുറവ് മോളിക്യൂളുകൾക്ക് മാത്രമാണ് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ സാധിക്കുന്നത്. കാരണം ആക്ടിവേഷൻ എനർജി ഹൈ ആണ് എന്നതിന്റെ അർത്ഥം അതാണ്. സോ ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കുറയുന്നു, റേറ്റ് കോൺസ്റ്റന്റ് ഇസ് ആൾസോ ഡിക്രീസിങ്. ഇത്രയാണ് നമ്മൾ ഇവിടെ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, സി അങ്ങനെയാണെങ്കിൽ മക്കളെ, അരീനിയസ് ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ചോദ്യം നമ്മൾ നോക്കിയാൽ നോക്കൂ. ചോദ്യം ഇങ്ങനെയാണ്: ഇൻ എ സീറോ ഓർഡർ റിയാക്ഷൻ ഫോർ എവറി 10 ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ ദ റേറ്റ് ഇസ് ഡബിൾഡ്. Okay, if the temperature is increased from 10 degree rise to 100 degree Celsius, the rate of the reaction will become 10 ഡിഗ്രിയിൽ നിന്ന് ടെമ്പറേച്ചർ 100 ഡിഗ്രിയിലേക്ക് കൂട്ടിയാൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്താണ് സംഭവിക്കുക? നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താ ഇക്വേഷൻ പറയുക? റേറ്റ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡഡ് ബൈ റേറ്റ് അറ്റ് 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 2n ആണ്. n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈംസ് ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടിയിട്ടുണ്ട്, അതാണ് n എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കണേ, 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് ടെമ്പറേച്ചർ ഉണ്ടായ മാറ്റം. ശരിയല്ലേ? 10 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രിയിലേക്കാണ് ടെമ്പറേച്ചർ ഉണ്ടായ മാറ്റം. അങ്ങനെയാണെങ്കിൽ മക്കളെ, n എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണേ, n എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയാമോ നിങ്ങൾക്ക്? 100 - 10/10 ആയിരിക്കും. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 90/10 ആയിരിക്കും. സോ n എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ ശരിക്കും n എന്താ? n എന്ന് പറയുന്നത് എത്ര ടൈംസ് ടെമ്പറേച്ചർ 10 ഡിഗ്രി കൂടിയിട്ടുണ്ട്. ഇപ്പൊ 10ൽ നിന്ന് 20ലേക്ക്, 20 30ലേക്ക്, 40ലേക്ക്, 50ലേക്ക്, 60ലേക്ക്, 70ലേക്ക്, 80ലേക്ക്, 90ലേക്ക്, 100ലേക്ക്. സോ 9 തവണ. ശരിയല്ലേ? സോ n = 9. സോ 2⁹9 ആണ് വരിക. 2⁹9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എത്രയെന്ന് അറിയാമോ? 512 ആണ്. ദാറ്റ് മീൻസ് 512 ഇരട്ടിയോളം റേറ്റ് കൂടിയിട്ടുണ്ടാവണം. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. സോ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന പാഠത്തിലെ എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക, ഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.